നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓവർലോഡ് റിലേനെ കുറിച്ച് നോക്കാം. ഇത് നിങ്ങൾ കാണുന്നതാണ് ഒരു ഓവർലോഡ് റിലേ. ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ ഓവർലോഡ് റിലേ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് മോട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. തെർമൽ ഓവർലോഡ് ആകുമ്പം മോട്ടറിൻ്റെ വൈൻഡിങ്ങിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നത്. നമുക്കിതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും LRD32 കാണുന്നുണ്ടോ നിങ്ങൾ? ഈ LRD എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്ട് നമ്പറാണ്, ഇതിൻ്റെ മോഡൽ നമ്പറാണ്. 32 ആംപിയർ വരെ ഇത് ക്യാരി ചെയ്യും. പിന്നെ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഇവിടെ ഈ കറണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നോബ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഹാൻഡ്, ഈ രണ്ട് ഓപ്പറേറ്റിംഗ് മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കോണ്ടാക്ട്സ് ഉണ്ട്. NCG കോണ്ടാക്ട് ഉണ്ട്, 95, 96, പിന്നെ 97, 98 നോർമലി ഓപ്പൺ കോണ്ടാക്റ്റുകളുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ടറിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്, കോണ്ടാക്ടറിൻ്റെ ഔട്ടിൽ ഫിക്സ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഈ കാണുന്നുണ്ട് നിങ്ങൾ 2T1, 4T2, 6T3, T1, T2, T3. അത് പറയുന്നത് നമ്മൾ മോട്ടറിൻ്റെ ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കുന്ന 3 ഫേസ് കൊടുക്കുന്ന കണക്ഷൻ പോയിൻ്റാണ്. ഓക്കെ, ഇനി ഈ ഓവർലോഡ് റിലേനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വർക്കിംഗ് ആണോ അല്ലേന്നൊന്ന് ഇതിനെങ്ങനെ ചെക്ക് ചെയ്യുന്നതും കൂടി നോക്കാം. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ലൈൻ ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി ഉണ്ട്, കണ്ടിന്യൂറ്റി കാണുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ലൈനിലും കണ്ടിന്യൂറ്റി ഉണ്ട്. മൂന്നാമത്തെ ചെക്ക് ചെയ്ത് അതും കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം തെർമൽ ഓവർലോഡ് റിലേൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ടെർമിനൽ തമ്മിൽ എപ്പോഴും അത് കണ്ടിന്യൂറ്റിയിലായിരിക്കും ഉണ്ടാവുക. ആ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പിന്നെ ഓവർലോഡ് റിലേ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കോണ്ടാക്ട് പോയിന്റുകളാണ്. NC ആദ്യം ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നോർമൽ മോഡിലാണുള്ളത്, ട്രിപ്പല്ല. അപ്പോൾ നമുക്ക് ഈ NC ഈ കോണ്ടാക്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. NC പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, NC പോയിന്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. നോർമലി ഓപ്പൺ ആണ്, കണ്ടിന്യൂറ്റി ഇല്ല. അതായത് ഇതിപ്പം ഫങ്ഷനിങ് ആണ്, വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് ഓക്കെ ആണ്. ഇപ്പം നോർമൽ ഐഡിയൽ കണ്ടീഷനിൽ ഓക്കെ ആണ്. നമുക്ക് ടെസ്റ്റ് കണ്ടീഷനിൽ, ട്രിപ്പിംഗ് കണ്ടീഷനിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിനൊരു കവറുണ്ട്, ഈ കവർ ഓപ്പൺ ചെയ്യാം. ഈ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് എന്നുള്ളൊരു ഒരു ആരോ കാണാം. ഇപ്പം നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. ഈ ഒരു പോർഷൻ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷനിൽ ഇതൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും T എന്നുള്ളൊരു ടെസ്റ്റ്, ഈ T എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ T എന്നുള്ളൊരു ലെറ്റർ എനേബിൾ ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നത്. അപ്പം അതിനർത്ഥം ഇത് ഇപ്പോൾ ട്രിപ്പ് കണ്ടീഷനിലാണുള്ളത്, ട്രിപ്പ് മോഡിലാണുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ കോണ്ടാക്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. NC നോർമലി എന്താവണം, NC ഓപ്പൺ ആവണം. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, ഇതിന് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഈ നോർമലി ഓപ്പണ് ഇവിടെ കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ ഓവർലോഡ് റിലേ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഓവർലോഡ് റിലേ നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ഈ ട്രിപ്പ് മാറണമെങ്കിൽ, ഈ ഇത് മാറ്റണമെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. അപ്പോൾ ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഹാൻഡ് ഓട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ അവസാനം പറഞ്ഞുതരാം. ആംപിയർ സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. MPCBനെ കുറിച്ച്, മോട്ടോർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഫുൾ ലോഡ് ആംപിയർ കറണ്ട് എത്രയാണോ ഒരു മോട്ടർ എടുക്കുന്നത് വെച്ചാൽ അത്രയും നമ്മൾ ഇത് ചെയ്താൽ മതി. ഇതിൽ മാക്സിമം നമുക്ക് അതിൽ കുറച്ചും വെക്കാം, മാക്സിമം അത്രയും ചെയ്താൽ മതി. അത്ര ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കൂടി വെച്ചാലും കുറഞ്ഞു വെച്ചാലും നമുക്ക് ആവശ്യമുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടൂല. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോട്ടർ ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫങ്ഷൻ വർക്ക് ചെയ്യാതെ ഓൾവേസ് അത് മോട്ടർ ട്രിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുമ്പം വളരെ ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഫുൾ ലോഡ് ആംപിയർ, നമ്മുടെ മോട്ടറിൻ്റെ ഫുൾ ലോഡ് ആംപിയർ എത്രയാണോ ആ ഫുൾ ലോഡ് ആംപിയറിൽ മാത്രം നമ്മളിത് സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ടൈപ്പ് നമുക്കൊരു റൂളുണ്ട്,
ഫുൾ ലോഡ് ആംബിയറിൻ്റെ 125% മാക്സിമം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓവർലോഡ് റിലേയിൽ. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ഓവർലോഡ് വരുന്നത് ഓൾറെഡി 125% ഇതിവിടെ കാണാം നിങ്ങൾക്ക്. ട്രിപ്പ് ആംബിയർ 125% ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം 23 ആംബിയർ ആണ് ഫുൾ ലോഡ് എങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, 23 × 1.25 വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ടൈപ്പിൽ 23 തന്നെ സെറ്റ് ചെയ്താൽ മതി. കാരണം അത് 1.25 ടൈംസിൽ ആ ഇതിലെ റേഞ്ചിനെ സെൻസ് ചെയ്യാനുള്ള സെറ്റിംഗ് ആണ് ഇതിൽ ഓൾറെഡി അവർ ഡയലിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതില്ലാത്തത് ആണെങ്കിൽ നമുക്ക് 125% അതായത് 1.25 ടൈംസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ നമ്മളൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടറും ഒരു ഫുൾ ലോഡ് ആംബിയർ എടുക്കാറില്ല വർക്കിങ്ങിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയറിൻ്റെ നമ്മൾ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ട് ഏത് മോട്ടറാണോ റൺ ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ ആംബിയർ ചെക്ക് ചെയ്യും. അതിൻ്റെ ആംബിയർ ചെക്ക് ചെയ്തിട്ട് ഒരു 10 ടൈംസോ 20 ടൈംസോ നമ്മൾ 20%, 10 ടൈംസ് അല്ല അതിൻ്റെ ഒരു 20% നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. ഇപ്പം ഫുൾ ലോഡ് ആംബിയർ എക്സാമ്പിൾ ആണെങ്കിൽ ഫുൾ ലോഡ് ആംബിയർ ഒരു 15 ആണെന്ന് വിചാരിച്ചോ, 15 ആണെങ്കിൽ അത് ചിലപ്പോൾ റണ്ണിങ്ങിൽ 10 ആംബിയർ വരെ എടുക്കാൻ സാധ്യതയുള്ളൂ റണ്ണിങ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 10 ആംബിയറിൻ്റെ ഒരു 20%, അതായത് ഒരു 12 ആംബിയർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കും. ഈ 12 ആംബിയർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് കറണ്ടിനെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ സാധാരണ വെക്കാറ്. 2 രീതിയിൽ നിങ്ങൾക്ക് വെക്കാം, മോട്ടറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. നമുക്കിതിനെ കോൺടാക്ടറിൽ കണക്ട് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക. ഈ ഒരു പോയിന്റ് നമ്മൾ ഈ കോൺടാക്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഔട്ടിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ആക്കുക ചെയ്യുക. ഇങ്ങനെ ടൈറ്റാക്കി ഇതേപോലെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഒരു കോൺടാക്ടറിൽ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ OLR വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഓവർലോഡ് റിലേനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു MCB കൂടി നമ്മൾ ഈ സർക്യൂട്ടിൽ കൊടുക്കണം. ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, ഇത് തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ ഇതേപോലെ ഒരു MCBയും കൂടിയും ഇതിൻ്റെ കൺട്രോളിൽ വരും. ഈ ഒരു ഓവർലോഡിന് HA എന്ന് പറഞ്ഞ 2 ലെറ്റർ നിങ്ങൾക്ക് കാണാം. ഇതൊന്ന് ഹാൻഡ് മോഡാണ്, ഒന്ന് ഓട്ടോമാറ്റിക് മോഡാണ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ മാനുവൽ മോഡ്, ഇത് ഓട്ടോമാറ്റിക് മോഡ്. ഇവിടെ ഒരു പോയിൻ്റർ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഇതൊരു കവർ വെച്ചിട്ട് ഒരു കവറിൻ്റെ ഉള്ളിലാണുള്ളത്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു പോയിൻ്റർ ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ മറച്ച് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് മോഡ് ആക്കണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സാധനം പൊട്ടിച്ചിട്ട് ഈ നോബ് താഴോട്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ കവർ ചെയ്ത് വെച്ചത്. നമ്മൾ അറിയാതെ ഇത് ഓട്ടോമാറ്റിക് പൊസിഷനിൽ പോകാതെക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അബദ്ധത്തിൽ ഓട്ടോമാറ്റിക് പൊസിഷനിൽ പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കവർ ചെയ്ത് വെച്ചത്. ചില ഓവർലോഡ് റിലേൻ്റെ ഇങ്ങനെയൊന്നല്ല. ചില ഓവർലോഡ് റിലേ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു ആംബിയർ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ആംബിയർ സെറ്റ് ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ നോബ് തിരിച്ചിട്ട് ഡയലിങ്ങനെ തിരിക്കുന്ന ടൈപ്പും ഉണ്ട്. ഇനി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H മോഡ് എന്ന് പറയുന്നത് മാനുവൽ മോഡാണ്. അതായത് ഇത് ട്രിപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെറ്റ് ആവണമെങ്കിൽ, ഈ റിലേ റീസെറ്റ് ആവണമെങ്കിൽ ഈ റീസെറ്റ് തന്നെ ഈ ഒരു ബട്ടൺ അമർത്തണം. ഈ ഒരു ബ്ലൂ ബട്ടൺ അമർത്തിയാൽ മാത്രമേ റീസെറ്റ് ആവുള്ളൂ. ഇനി ഓട്ടോമാറ്റിക് മോഡിലാണെങ്കിൽ എന്താണ്, ഇത് ഓവർലോഡ് ആയി കഴിഞ്ഞ് ട്രിപ്പായി ഇത്ര സെക്കൻഡ് ഇത്ര മിനിറ്റിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവും നമ്മൾ ഈ ഓട്ടോമാറ്റിക് മോഡിലിടുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. ഇത് നോർമലി ഇത് ഹാൻഡ് മോഡിലാണ് ഉണ്ടാവാറ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് റീസെറ്റ് ആയിട്ട് മോട്ടർ സ്റ്റാർട്ട് ആവുന്നൊരു കണ്ടീഷനിലേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിൽ ഇടുന്നത്, ഹാൻഡ് മോഡിലിടുന്നത്. ഓവർലോഡ് വന്ന് ട്രിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയതിന് ശേഷം ഇത് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഒരു മോട്ടർ ഓവർലോഡായി നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മോട്ടറിൻ്റെ വൈൻഡിങ് കത്തിപ്പോയിട്ട് മോട്ടർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് റീസെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാരണം നോക്കി അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ ഇത് റീസെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ആ മോട്ടർ ഓടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇടുകയാണെങ്കിൽ നമുക്കത് നമ്മളതിൻ്റെ കാരണം റെക്ടിഫൈ ചെയ്യാതെ തന്നെ അത് ഓട്ടോമാറ്റിക് റീസെറ്റ് ആയിട്ട് മോട്ടർ സ്റ്റാർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഹാൻഡ് മോഡിലിടുന്നത്. പക്ഷേ
നമ്മൾ റിലേ ലോജിക്ക് വെച്ച് ഇപ്പോൾ സാധാരണ നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് വഴിയാണ് പുഷ് ബട്ടൺ വഴി റിലേ ലോജിക്ക് വഴിയാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് മോട്ടറിനെ റൺ ചെയ്യിക്കുന്നതെങ്കിൽ ഇത് ഹാൻഡിൽ വെച്ചാലും ഓട്ടോ മോഡിൽ വെച്ചാലും കുഴപ്പമില്ല, ഏതിൽ വെച്ചാലും കുഴപ്പമില്ല. ഈ ഓവർലോഡ് ഓട്ടോമാറ്റിക് റീസെറ്റ് ആവുന്നതല്ലാതെ മോട്ടർ വർക്കാവില്ല. കാരണം നമ്മൾ മോട്ടർ വർക്ക് ആവണമെങ്കിൽ ഓൾറെഡി അതിൻ്റെ ഹോൾഡിംഗ് സർക്യൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അപ്പം അത് ഹോൾഡിംഗ് സർക്യൂട്ട് വൺസ് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്പറേറ്റർ അതിനെ സ്റ്റാർട്ട് ചെയ്താലേ അത് റൺ ആവുള്ളൂ, കോൺട്രാക്ടർ പിടിക്കുള്ളൂ. അപ്പം റിലേ ലോജിക്ക് വഴി നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇതിനെ ഏത് മോഡിൽ വേണം വെക്കാം. പക്ഷേ PLCയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം ചില PLC പ്രോഗ്രാമുകളിൽ നമ്മൾ സെറ്റ് റീസെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കമൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ മോട്ടറിനെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതിനെ ഓട്ടോമാറ്റിക് മോഡിൽ ഒരിക്കലും ഇടാൻ പാടില്ല, അതിനെ ഹാൻഡിലേക്ക് ഇടണം. അത് ഞാൻ കാണിച്ചു തരാം. PLC നമ്മൾ ബേസിക് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സെറ്റ് റീസെറ്റ് വെച്ചിട്ട് മോട്ടറിനെ ഓടിക്കുന്നത്, അതിൽ ഹോൾഡിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞ വയറിങ്ങിൻ്റെ കൺസെപ്റ്റ് ഇല്ല, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഈ ഹാൻഡ് മോഡിൽ തന്നെ ഇതിന് പ്രവർത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. ഇനി ഞാൻ ഇത് വെച്ച് കൺട്രോളിംഗ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു MPCBൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് വയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓവർലോഡ് റിലേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ NC കോൺടാക്റ്റ് ത്രൂ ആണ് നമ്മൾ കൺട്രോൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. MPCBൻ്റെ വയറിങ് അതേപോലെ തന്നെ ഇതിൽ NC യൂസ് ചെയ്താൽ മതി. അതിൽ NO ആണ് യൂസ് ചെയ്ത് ഇതിൽ NC യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൽ വയറിങ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഓവർലോഡ് റിലേനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.